ഇതേട്ടാ ഒരു ചായ പറഞ്ഞിട്ട് കുറെ നേരമായില്ല. ഇന്നെങ്ങനെ കിട്ടുമോ? അമ്മേ എന്ത് ചൂടാ, കൈ പൊള്ളി പോയി ചേട്ടാ. സൂക്ഷിച്ച് വാങ്ങണ്ടടാ. തന്ന നോട്ടീസൊക്കെ കൊടുത്തില്ലടാ? എല്ലാ നോട്ടീസും ഒരു സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഊട്ടി ഗൈഡ് തുടങ്ങി സകല ലോക്കൽ ചാനലിലും ഒരു വാച്ച്മാനെ വേണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് മാത്രമല്ല ഈ രാജ്യത്തുനിന്ന് തന്നെ ആരും വരാത്ത അവസ്ഥയാ. നേപ്പാളിലല്ല, ലോക്കൽ ഗോപാല് പോലും ഈ ഹോട്ടലിൽ ജോലിക്ക് വരില്ല. അങ്ങനത്തെ ഒരു ഹോട്ടലല്ലേ നമ്മുടെ ഹോട്ടൽ? അല്ല, അത് കണ്ടില്ലേ, ദേ പുതിയൊരു പരസ്യം കൊടുത്തിരിക്കുന്നേ. കമിഴ്ന്ന് കിടന്ന് കുശു വിട്ട് കഴിഞ്ഞാൽ കൊടവയർ കുറയും അത്രേ. പോയി കാറ് കഴിയല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ ഹോട്ടലിലെ ചീഫ് കുക്കാണ്. എന്നോട് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ചോദിക്കാം, ഫ്രൈഡ് നൂഡിൽസ് ചോദിക്കാം, സൂപ്പ് ചോദിക്കാം. അതൊന്നും അല്ലാതെ കാറ് തുടയ്ക്കാൻ പറഞ്ഞ എനിക്കൊരു അഭിമാനമില്ലേ? ഞാൻ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. ചെല്ല്. കാറ് തുടയ്ക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ ഇയാൾ തരം താഴ്ത്തിയല്ലേ? കാർ അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ ഇയാളൊക്കെ പഠിക്കൂ. ചെയ്തോളാം. പഠിക്കാൻ വിട്ട കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കളക്ടറായിട്ട് ഇരിക്കായിരുന്നു. ചെറുപ്രായം മുതലേ കലവറ കിടന്ന് ജീവിച്ചതുകൊണ്ട് ഞാനിപ്പോ ദേ ഒരു ഫുൾ ടൈം പാചകക്കാരനായി മാറിയില്ലേ? ഇയാൾക്കൊരു ചെറിയ വണ്ടി വാങ്ങിച്ചാൽ എന്താ? ലോറി പോലത്തെ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് തുടയ്ക്കാൻ ഒരു ദിവസം എടുക്കും. Who are you? What do you want? അത് ഈ ജോലിയുടെ കാര്യത്തിന് ഓണർ കാണാൻ വേണ്ടി വന്നതാ. എന്താ എന്നെ കണ്ടിട്ട് ഓണറായിട്ട് തോന്നുന്നില്ലേ? സാർ കാറ് കഴുകിക്കൊണ്ടിരിക്കായിരുന്നില്ലേ? പാചകക്കാരുടെ തൊപ്പിയും യൂണിഫോമും പോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാ. അനിയൻ നിനക്കൊരു കാര്യം അറിയോ? ഈ അംബാനി ഇല്ലേ, അദ്ദേഹത്തിന്റെ ഫാക്ടറിയിലെ വൺ ഓഫ് ദ സ്റ്റാഫ്. അതുപോലെ തന്നെയാ ഈ ക്ലിഫ് ക്ലബ് റിസോർട്ടില് ഞാൻ വൺ ഓഫ് ദ ഷെയർ ഹോൾഡർ ആണ്. ആൻഡ് ഓൾസോ ദ സ്റ്റാഫ്. യു നോ ദാറ്റ്? സോറി സാർ. എന്ത് സോറി സാർ? ഒരു മനുഷ്യൻ ഓണർ ആണോ സ്റ്റാഫ് ആണോ എന്ന് പോലും അറിയില്ല. നീ ജോലി ചെയ്ത് എന്ത്? നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് നാളെ വരട്ടെ സാറേ. ഒരു 10 വർഷം കഴിഞ്ഞു വാ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്ത് ജോലിയായാലും കുഴപ്പമില്ല. എന്ത് ജോലിയായാലും കുഴപ്പമില്ല അല്ലേ? ഉള്ള ജോലിയൊക്കെ ഹോം മിനിസ്റ്റർ പറഞ്ഞതാണെന്ന് പറഞ്ഞിരിക്കാം. ജോലി ചെയ്ത് അവിടെ നിന്ന് വർത്താനം പറഞ്ഞിരിക്കുക. പെട്ടത്തലേന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ കണ്ട സമയം. അനിയ, നീയേ നേരെ പോയി കഴിഞ്ഞാ അവിടെ ഒരുത്തം പേപ്പറും വായിച്ച പാർക്കിൽ ഇരിപ്പുണ്ടാവും. അയാളാണ് ഓണർ. എന്നെ പോലെ തന്നെ പെട്ടത്തലയാ. ദയവേത് ഞാൻ ഓണർ ആണെന്ന് പറഞ്ഞത് മാത്രം പറയരുത്. ഓക്കെ, പോയി അനുഭവിക്കും. ഒരു 10 മിനിറ്റ് ഓണറായിട്ടൊന്ന് അഭിനയിക്കാൻ പോലും വിടില്ലല്ലോ ഈ സമൂഹം. സാർ നമസ്കാരം സാർ. എന്താടോ സാർ, ഇവിടെ ജോലിക്ക് ആളെടുക്കുന്നുണ്ടെന്ന് ഒരു പരസ്യത്തിൽ ഞാൻ വായിച്ചിരുന്നു. അതൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി. ശരിയാ? അല്ല, ജോലി തനിക്കാ? അതെ സാർ. തന്റെ പേരെന്താ? സാർ, എൻ്റെ പേര് കെന്നഡി. സ്വന്തക്കാരായിട്ട് ആരുമില്ല. ഞാൻ ചർച്ചിലാണ് വളർന്നതൊക്കെ. എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്തോളാം സാറേ. ഇവിടെ ഒരു വാച്ച്മാന്റെ ജോലിക്കാ ഒഴിവ്. മാസം 15,000 ശമ്പളം. ശരി സാർ. 3 നേരം ചാപ്പാട്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, താൻ ഇവിടെ തന്നെ താമസിക്കണം. സാർ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്നത്തവാ നോക്കാം. താൻ ചെയ്യേണ്ട ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതാണ് ജോലി ചെയ്യേണ്ട സ്ഥലം. ഇവിടെ ഇപ്പൊ 5 പേര് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ താമസിക്കാൻ ഒരുത്തനും പറ്റില്ല. രാത്രി ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനെ അകത്തേക്ക് കയറ്റണ്ട. ശരി സാർ. ഡോ ചീഫ് കുക്കേ, നമ്മുടെ പണിക്കാരൊക്കെ വിളിച്ചോണ്ട് വന്നേ. എല്ലാരും വിളിച്ചു പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? ഇത് കെന്നഡി, നമ്മുടെ ഹോട്ടലിൽ പുതിയതായിട്ട് വാച്ച്മാനായി ജോലിക്ക് കയറിയതാ. ഈ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്ന് കഷ്ടപ്പെടാനാ യോഗം. ഓനെ, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോടാ? ഇല്ല. ഒന്നും അനുഭവിക്കാതെ ഇവിടെ വന്ന് കഷ്ടപ്പെടാനാണല്ലോ. എന്തിനാണ് പേടിപ്പിക്കുന്നത്? ഇവിടെയുള്ള എല്ലാം കണക്കാ. വെറുതെ ബോധമില്ലെന്ന് ഓരോന്ന് വിളിച്ചു പറയും. അതുകൊണ്ടൊക്കെ തന്നെ ഹോട്ടൽ പച്ച പിടിക്കാതെ പോകുന്നത്. അവനെ ദാ നിൽക്കുന്നവൻ തേജസ്, ചൈനീസ് കുക്ക്. ഇവൻ ചീഫ് കുക്ക്. ഇത് മാരി, അശോക്, ബ്രൂസ്ലി. ഒരങ്ങൻ. നിന്റെ ഭ്രാന്ത് തുടങ്ങിയോ? അപ്പൊ നടക്കട്ടെ, ഞാൻ ഇറങ്ങുക. കാലത്ത് കാണാം. ശരി സാർ. കേട്ടോ, അതെ ഓഫീസിൽ നമ്മുടെ യൂണിഫോം ഇരിക്കുന്നില്ലേ, അതിലിവന്റെ സൈസിനൊത്തൊരു ജോഡി എടുത്തിട്ടേ കൊടുത്തേക്ക്. പിന്നെ ഓരോ കോപ്രായം കാണിച്ച് അവനെ ഓടിച്ചാലുണ്ടല്ലോ. ഓടി പോകുന്നെങ്കിലേ ഉള്ളൂ. സീനിയർ വന്ന എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേക്കടാ. സോറി സാർ.
നീ ക്രിസ്ത്യനാ? അതെ സർ. ബൈബിള് കയ്യിലുണ്ടാവുമല്ലോ അല്ലേ? ഓ സർ. ഇന്ന് രാത്രി അതെന്തായാലും ആവശ്യം വരും. കെട്ടിപ്പിടിച്ച് കിടന്നാ മതി. ഇന്ന് ഈ നിമിഷം ഞാൻ ഇവിടെ വെച്ച് ഇതാരുൾ ചെയ്യുകയാണ്. ഹൃദയത്തിൻ കരുണയും സഹനവും ഇവരിൽ എത്തുമാറാവട്ടെ. ഒരു വനിത പരലോകത്തേക്ക് വന്നു ചേരുകയാണ്. ഇവന്റെ വിധി പ്രൈസ് ദി ലോർഡ് കന്നി. ഫാദർ, എനിക്കൊരു ജോലി കിട്ടി ഇവിടെ. സന്തോഷം. എന്ത് ജോലിയാ? ഇവിടെ ഒരു ഹോട്ടലിൽ വാച്ച്മാൻ ആയിട്ടുള്ള ജോലിയാണ്. നൈറ്റ് 10 മുതൽ 6 മണി വരെ ചെയ്യേണ്ടത്. വെരി ഗുഡ് മൈ സൺ. താങ്ക് യു ഫാദർ. നീ ആദ്യത്തെ കാലടി എടുത്തു വെച്ചു. ദൈവം നിനക്ക് വഴികാട്ടിയത് കണ്ടോ? അവനിൽ വിശ്വാസം ഉറപ്പിച്ച് നീ മുന്നോട്ട് പോയിക്കോ. നിനക്ക് നല്ലത് മാത്രമേ വരൂ. ഓണർ നല്ലൊരു മനുഷ്യനാണ് ഫാദർ. എനിക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ തന്നു. എല്ലാം ദൈവത്തിന്റെ കൃപ. ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രേ എവരി ഡേ. ഓക്കെ? ഉറപ്പായിട്ടും ഫാദർ. എടാ അതെ ജാക്കി, ആ വഴുതനങ്ങ മോറിന് അവിടെ ഇന്ന് കണ്ടില്ലല്ലോ ഇവിടേക്ക്. അവനെ മല്ലി വാങ്ങാൻ വിട്ടതാ. മിക്കവാറും അവിടെ മല്ലികനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. എടാ അവന് സെറ്റ് ആവുന്ന നിനക്ക് തോന്നുന്നേ? എടാ പറ. സെറ്റ് ആയാലും ആ. അവന്റെ വർക്ക് ചെയ്യില്ലടാ. എന്താന്ന്? ഡേ ഞാൻ എന്റെ തലയെ കുറിച്ചാ പറഞ്ഞത്. എന്താ പിന്നെ മര്യാദയ്ക്ക് പണിയെടുക്ക്. ദേ നിൽക്കുന്ന വേറൊരു ഇവനെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ. എന്തിനാണ് കറിയുന്നത്? സാമ്പാറിന് ഉപ്പ് കൂടുതൽ ഇല്ല അപ്പൊ മുളക് പൊടി കൂടുതലിട്ടോ നീ? പിന്നെ എന്തിനാ കിടന്ന് മോങ്ങുന്നേ? കാലത്ത് 6 മണിക്ക് ഇതീ കൂടെ ഒരു രൂപം നടന്നു പോകുന്നത് കണ്ടു. കാലത്ത് 6 മണിക്കല്ലേ? എടാ അത് ഞാനടാ ബാത്റൂമിലേക്ക് പോയതാ. എടാ ഒരാള് മുള്ളാൻ പോയാൽ അത് പ്രേതാന്ന് പറഞ്ഞ് പേടിച്ച് കരയുന്നത് എന്തിനാടാ പൊട്ടാ? അങ്ങോട്ട് മാറി നിൽക്ക്. അവരാണെങ്കിൽ ജോലിയുടെ ഇടയിൽ ഫുൾ ടൈം പാസ്സാ. ഇവനാണെങ്കിൽ ജോലിയുടെ ഇടയിൽ തിന്നുന്നത് ടൈം പാസ്. അവനാണെങ്കിൽ എപ്പാ നോക്കിയാലും കപ്പക്കുപ്പാന്ന് അറിഞ്ഞുകൊണ്ടേ അതെ, ഇരിക്കുന്നുണ്ടായി. വായടിച്ച് അവനോട് പണിയെടുക്കണ. എനിക്ക് മാത്രം എന്ത് ഈ അടിമപ്പണിയാണല്ലോ. ബീന 13 ചപ്പാത്തി ബാക്കിയുണ്ട്. അത് മാറ്റി വെച്ചേക്കാം. വേസ്റ്റ് കൂടെ കളയരുത്. കള്ളപ്പണിയൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് തന്നെ നീയല്ലടാ. എടാ മോനെ സമയം എന്തായി? അയ്യോ, 5:30. നോക്കിയാ മതി. മുന്തിരിപ്പരിപ്പ് അവിടെ വെക്ക്. ഇതിന്റെ ഇടയിലാ മാറി. എടാ, മുട്ട പട്ടി കൊട്ടി അവിടെ വെക്കണം. എടാ, ഇറങ്ങടാ. പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയാ. ബാക്കിയൊന്നും ചപ്പാത്തി ഇങ്ങനെ അവിടെ വെക്കാം. അതിൽ കേറുന്നില്ല പുല്ല്. ഇറങ്ങ്. ഓടിക്കോ. പോടാ. മാരി, ആ. എടാ നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ ഉള്ള മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെ ഒക്കെ കണക്കെടുത്തിട്ട് നാളെ മാർക്കറ്റിൽ പോയിട്ട് വാ. ആയിക്കോട്ടെ. നീ പച്ചക്കറി മാർക്കറ്റിലേക്ക് ഒന്ന് പോയി. ഞാൻ 2 ദിവസത്തെ ലീവ് ചോദിച്ചിരുന്നു. എടാ ഇവിടെ ബ്രഹ്മയുഗം നടക്കാൻ പോവാ. നീ എല്ലാത്തിനും ലീവ് ചോദിച്ചാ എങ്ങനെയാ? ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ പറ്റില്ല. ശരി. വരണുണ്ട്. എടാ അതെ യൂണിഫോം ഒക്കെ ഇട്ട് ഒരുത്തൻ ചാവാൻ പോണണ്ട. കെന്നഡി അല്ലേ? അതെ സർ. Take it. ഇവിടെയുള്ള എല്ലാ കോട്ടേജിന്റെയും ചാവി ഇതിനകത്തുണ്ട്. ശരി സർ. ഒരു 10 മണിയാവുമ്പോ ഗേറ്റ് നന്നായി ലോക്ക് ചെയ്ത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോ. ആ ഓക്കെ സർ. ഫ്രെയിം ചെയ്യാൻ ഒരു ഫോട്ടോ ഉണ്ടോ? ആ, അതൊക്കെ റെഡിയാക്കാം. ശരി, ഇവന്റെ കൂടെ അവസാനമായിട്ടൊരു സെൽഫി എടുത്താലോ? പിന്നെ എടുക്കണ്ടേ? ചിരിക്കാൻ അറിയോ? എന്താ ചിരി? നന്നായിട്ടൊന്ന് ചിരിച്ചോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലസ് യു. ബീന, ചാവൻ പോണന്റെ ചെവിയിൽ വേദോത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നും അറിയാത്ത പാവം പയ്യനെ എന്തെങ്കിലും പറ്റുന്നൊരു പേര്. അതിനിപ്പോ എന്താ? ഞാൻ പറഞ്ഞിട്ടില്ലേടാ, ഈ വാച്ച്മാൻമാരെ നമ്മുടെ കോട്ടേജിൽ ഒരു കാലത്തും വാഴാൻ പോണില്ലാന്നേ. നിനക്കറിയാവുന്നല്ലേ? പിന്നില്ലാതെ. എന്ത് ചെയ്യാനാ? ദൈവം രക്ഷിക്കട്ടെ. അവന്റെ ജന്മദിനം എന്നാണെന്നറിയോ? എന്തിനാടാ കേക്ക് മുറിക്കാനാ? അതിനല്ല, അവൻ ചാവുന്ന ഡേറ്റ് അറിയാം. അവൻ ജനിച്ച ഡേറ്റ് അറിഞ്ഞാലേ പോസ്റ്റ് അടിക്കാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുക്കടാ.
Praise the Lord, 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 praise the Lord.
പാപത്തിന്റെ കൂലി മരണമാണ്. ആരാത്? ആരാ? ആരാത്? ആരാന്ന് ചോദിച്ചേ?
നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആരാത്? ആരാത്? ആരാന്ന്? ആരെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ ഇവൻ ഒരു രാത്രി കൂടുതൽ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. എടാ അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, അത് വിട്. ചേട്ടാ ഇത് കൊന്നതാണോ ആത്മഹത്യയാണോ? എടാ നീ ഈ നേരത്ത് CID ദാസം കളിക്കാൻ നിൽക്കല്ലേ. കൊന്നതാണോ ആത്മഹത്യയാണോ എന്ന്? എടാ കൊന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതുപോലെ ഉസൈൻ ബോൾട്ടിനെ പോലെ കിടത്തിട്ട് പോകൂടാ. ശരിയാണല്ലോ. ശരി. ഒന്നും മിണ്ടാതിരിക്കൂ. ഒരു സംശയം വേണ്ട, ഇത് കൊലപാതകം തന്നെ. ഇത് ആത്മഹത്യ ഇത് തന്നെയാ. കൊലപാതകമാണെന്ന്. നീ ആത്മഹത്യ അതൊന്നും മിണ്ടാണ്ടിരിക്കണോ? കൊന്നതാണോ ആത്മഹത്യയാണോ എന്ന് ഒരാൾക്ക് മാത്രമേ അറിയൂ. പക്ഷെ അയാൾ ഒരിക്കലും പുറത്തു പറയില്ല. ആര്? എന്താ പുറത്തു പറയാത്തെ? അതറിയാവുന്നത് ഇവനാ. കളിയാക്കുന്നോടോ. താനെന്തിനാ അങ്ങനെ കവളത്തും കൈവച്ചിരിക്കുന്നേ? അടിച്ചത് അവനെയല്ലേ? ജാക്കി പക്ഷെ വേദനിച്ച് എനിക്കാടാ. നിന്നെയൊക്കെ അവിടെ ജോലിക്ക് വെച്ചില്ലേ? ആ ഓണറെ പറഞ്ഞാ മതി. പിന്നെ ഇവനെയൊക്കെ ഏതെങ്കിലും ക്യാമ്പസിൽ പോയി വാർത്തെടുത്തോണ്ട് വരാൻ പറ്റുമോ? എടാ ഈ നേരത്തെ അലവലാതിയെ പറ്റി എന്തിനാണ് ഇങ്ങനെ പറയുന്നേ? ആ ഓണർക്ക് ഒരു വിവരമില്ല. വെള്ളിയാഴ്ച നിന്നെയൊക്കെ ഇവിടെ ജോലിക്ക് വെച്ചില്ലേ? എന്റെ തലയ്ക്ക് വേണം അടിക്കാൻ. ചെരിപ്പെടുത്ത് അടിക്കണമായിരുന്നു. ദാ, പോയി വെള്ളം എടുത്തോണ്ട് വാ. കണ്ടോടാ, മരിച്ചു കഴിഞ്ഞാൽ കർമ്മമെങ്കിലും ചെയ്യണ്ടേ? ഇയാളിച്ചിരി വെള്ളം കൂടെ തൊഴിവാക്കുക. കർമ്മം ചെയ്യാനുള്ള കാശ് പോലും മുടക്കൂല പിശുക്കൻ. ഞാനല്ലേ ഇവിടുത്തെ കുക്ക്. ജഗ് എവിടെ വെച്ചിരിക്കുന്നത്? ജഗ്ഗും മഗ്ഗും മഗ്ഗിന്റെ അടുത്ത് ജഗ് വെച്ചപ്പോ ഇയാളെന്താ കൈ കഴുകാൻ പോകണം? ജാക്കി അയാളെ വെള്ളം തളിച്ചു കഴിഞ്ഞടാ. അവന്റെ മുഖത്തിനടുത്തേക്ക് അയാളുടെ മുഖം ഇപ്പൊ കൊണ്ടുപോവടാ. അവൻ ഉണരാൻ പോകുന്നടാ, പേടിച്ചോടാൻ പോകുന്നടാ. അതിന് തന്റെ മുഖം എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന എന്തിനെ കണ്ടിട്ട് എന്റെ പേടിയൊന്നും മിണ്ടാതെ മാറി നിൽക്ക്. കെന്നഡി, കെന്നഡി, കണ്ണു തുറന്നടാ. കെന്നഡി ഞാൻ പൊക്കോളാം. ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പൊക്കോളാം. രക്ഷപ്പെട്ടു പോകുന്ന കരുതിയോ നീ? Come on. അങ്ങനെ പോന്ന നീ ഒരു ദിവസം കണ്ടപ്പോ തന്നെ ഇങ്ങനെ ഓടേണ്ട കാര്യമുണ്ടോ? ഞങ്ങള് ദിവസം കാണുന്നല്ലേ, ഞങ്ങൾ ഓടുന്നില്ലല്ലോ. നീ വാടാ, നീ രക്ഷപ്പെടാത്ത കരുതിയല്ല. ഞങ്ങൾ വരുവാ. മുതലാളിയകത്തേക്ക് പോക്കോ. ആ പോ. എടോ ബീനെ, താനോട് നാടകം കളിച്ച് കണ്ട് ഇവനെ തലക്കിട്ട് രണ്ടെണ്ണം കൊടുക്ക്. അങ്ങനെ കൊടുക്ക്. എന്നെ പറ്റി നിനക്ക് ശരിക്കും അറിയില്ല. പിച്ചി പറ്റി കൊത്തുകൊണ്ടാക്കും ഞാൻ. ഇവൻ ഇരുമ്പാണോ? തള്ളി വിടറാ. പോളേക്ക് തള്ളു. ഓർത്തങ്ങനെ ഇറങ്ങിയാലുണ്ടല്ലോ. കാണിച്ചു തരാം. കെന്നി, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഒന്നും പറയണ്ട. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. നീ ഇരിക്കുക. ഉണ്ടായതെന്താന്ന് പറ. എന്താ ഉണ്ടായെന്നോ? പറഞ്ഞിട്ടെന്ത് കാര്യം? എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇന്നലെ ജോലി ഉണ്ടോന്ന് ചോദിച്ച് കയറി വന്നപ്പോ എന്റെ പേര് പോലും ചോദിക്കാതെ ഈ എന്ന് പറഞ്ഞ് ചിരിച്ച് എനിക്ക് ജോലി എടുത്ത് തന്നില്ലേ? അപ്പോഴേ ഞാൻ ആലോചിക്കണായിരുന്നു. ഒന്ന് മനസ്സിലാവുന്ന ഭാഷ പറ. 15,000 രൂപ ശമ്പളം, 3 നേരം ഭക്ഷണം, ഇവിടെ തന്നെ താമസം, ഇവിടെ പ്രേതമാണോന്ന് പറഞ്ഞാ അതെന്തുകൊണ്ടാ പറയാഞ്ഞേ? പറഞ്ഞാ നീ എപ്പോഴേ പോവില്ലേ? തലയടിച്ച് പൊട്ടിക്കും. ഇറങ്ങി പോടാ. ഈ നശിച്ച സ്ഥലം ഞാൻ വാങ്ങിയിട്ട് 10 വർഷമായി. കുറെ കാലമായിട്ട് കൂട്ടി വെച്ചതും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതും എല്ലാം കൂട്ടി സ്വപ്നം കണ്ട് വാങ്ങിച്ചതാ. പറഞ്ഞാ നീ വിശ്വസിക്കില്ല. തുടക്കം മുതൽ ഇത് തന്നെ ഇവിടുത്തെ അവസ്ഥ. 4 വാച്ച്മാൻ ഓടിപ്പോയി, 2 പേരെ കാണാനുമില്ല. ഒരു സാധനം വച്ചാൽ വച്ചെടുത്തിരിക്കൂല. പാചകം ചെയ്യുന്നതൊക്കെ കേടായി പോകും. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാ. ഈ പേടിയുണ്ട് ആരെങ്കിലും ഇവിടെ താമസിക്കുവോ എന്ന് കരുതി ഞാൻ ഇവിടെ നിക്കണമല്ലേ? അതല്ല പറഞ്ഞു വരുന്നേ.
അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ? 50 പേര് ജോലി ചെയ്തിരുന്ന സ്ഥലം ഇത്. ഇപ്പൊ ആകെ കൂടി ഉള്ളത് 5 പേരാ. ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ രാത്രിയെ തിരക്കുണ്ടാകുക. പക്ഷെ ഇവിടുത്തെ രാത്രിയിലത്തെ അവസ്ഥ കണ്ടല്ലോ. അതുകൊണ്ട് ഒരു ബിസിനസ്സും ഇല്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളെ കള്ളു കുടിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി വന്നു. ഈ ഹോളിൽ 2 പേരുടെയും ഓഫീസിന്റെ പുറത്ത് 2 പേരുടെയും ബോഡി കണ്ടുവര്. അതിനുശേഷം ഈ പരിസരത്ത് നിന്നാരും തന്നെ ഇതിന്റെ അകത്തേക്ക് വന്നിട്ടില്ല. ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. പലിശയും കൂട്ടുപലിശയായിട്ട് ശ്വാസം മുട്ടി തുടങ്ങി. ഈ ഹോട്ടലിൽ വിൽക്കല്ലാതെ വേറെ വഴിയൊന്നും എനിക്കില്ല. പരിചയമുള്ള ആരെങ്കിലും ഒരാൾ ഈ സ്ഥലം വാങ്ങിക്കാൻ വരുമോ? ഇനിയിപ്പോ വന്ന കുറഞ്ഞ വിലയെ പറയുന്നത്. അവര് ചോദിക്കുന്ന വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ പോലും അടയ്ക്കാൻ തികയില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഞാൻ ഇന്നലെ ചത്തിരുന്നെങ്കിലേ ആരെ സമാധാനം പറയാം? എല്ലാം ശരിയാക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ മുടക്കി വലിയൊരു പൂജാരിയെ കൊണ്ടുവന്ന് പൂജ നടത്തി. അങ്ങനെ ചെയ്താൽ ഈ നശിച്ച അവസ്ഥ മാറുമെന്ന് എന്നോട് പറഞ്ഞ്. 3 ആഴ്ച കുഴപ്പമൊന്നും കണ്ടില്ല. എല്ലാം ശരിയായെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് ഞങ്ങള്. നീ ഇങ്ങോട്ട് വന്നു. പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇവിടെ താമസിച്ച ഒരാളെയും പിറ്റേ ദിവസം ഞാൻ ജീവനോടെ കണ്ടിട്ടില്ല. പക്ഷെ നിനക്കൊന്നും പറ്റിയില്ല. അത് തന്നെ സന്തോഷിക്കേണ്ട കാര്യമല്ലേ? എന്താ സന്തോഷമല്ലേ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ തന്നെ വെട്ടി കൊന്നേനെ. നിന്നെ മാത്രം ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിനക്കെന്തോ പ്രത്യേകത ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? കാരണത്തിന് 2 കിട്ടിയ വേദന എനിക്കറിയൂ. എന്നെ വിട്ടേക്ക് പോന്നു ചേട്ടാ, ഞാൻ പോവാ. കെന്നി, കെന്നി, കെന്നി. ആദ്യമായിട്ടൊരു ജോലി കിട്ടിയെന്നുള്ള സന്തോഷത്തിലിരുന്നപ്പോ പ്രേതത്തിന്റെ വീട്ടിലായിപ്പോയില്ലേ. ആ മൊട്ടത്തലയും കയ്യിൽ ബൈബിൾ ഉണ്ടോന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ് ഫാദർ. നീ ഉറങ്ങായിരുന്നോ കെന്നി? ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാം. എന്താ എന്തുപറ്റി? ഇവിടെ ഞാൻ കരുതിയ പോലെ നല്ല കാര്യങ്ങൾ. ഈ ജോലി വിടാൻ ഞാൻ തീരുമാനിച്ചു. എന്താ കാര്യം തെളിച്ചു പറ. കെന്നി, നീ ലൈനിൽ തന്നെ ഉണ്ടോ? ഇവിടെ കുറെ കുഴപ്പങ്ങളുണ്ട് ഫാദർ. സാരമില്ല. അവിടെ നടന്ന കാര്യങ്ങൾ നിനക്ക് എന്നോട് പറയാൻ മടിയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളൊരു കാര്യം കണ്ട് പേടിച്ചോടിയാൽ അത് നമ്മളെ പിന്തുടരുമെന്നല്ലാതെ ഒഴിഞ്ഞു പോവില്ല. ജീവിതത്തിൽ ഇങ്ങനെ പല പ്രതിസന്ധികളും ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ് അനുഭവം. അത് ആർക്കും പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. ദൈവത്തിന് മാത്രമേ അതിന് കഴിയൂ മോനെ. ഒരു വിഷമം നിനക്ക് വരുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നിന്നെ പരീക്ഷിക്കുന്നുവെന്ന അർത്ഥം. എങ്കിലേ നീ ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കൂ. അവൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതാണ്. ഇതെപ്പോഴും നിന്റെ ഓർമ്മയിലുണ്ടാവണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഫാദർ? പോകാനുള്ള തീരുമാനം നീ തന്നെയല്ലേ എടുത്തത്. അപ്പൊ ഇതും നീ തന്നെ എടുക്കണം. എന്ത് തീരുമാനം എടുത്താലും ആലോചിച്ചെടുക്കണം. ഒരു തീരുമാനവും ഒരു ദിവസം കൊണ്ട് എടുക്കരുത് മോനെ. ഇന്ന് നീ കാണുന്ന കാര്യങ്ങൾ നാളെ നിന്റെ കണ്ണിൽ മറ്റൊന്നായി കാണും. ഗോഡ് ഈസ് ഗ്രേറ്റ് മൈ സൺ. ടേക്ക് കെയർ. നമ്മളൊരു കാര്യം കണ്ട് പേടിച്ചോടിയാൽ അത് നമ്മളെ പിന്തുടരുമെന്നല്ലാതെ ഒഴിഞ്ഞു പോവില്ല. ജീവിതത്തിൽ ഇങ്ങനെ പല പ്രതിസന്ധികളും ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ് അനുഭവം. അത് ആർക്കും പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. സത്യമാണോ നീ പറയുന്നേ? ഒരു NRI പാർട്ടി ഒന്ന് വീണിട്ടുണ്ട്. മിക്കവാറും 2 ദിവസത്തിൽ വിറ്റുപോകും. നിന്റെ മരണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ബീനെ, ഇന്നലെ രാത്രിയോട് അവൻ ചാവൂന്നല്ല നമ്മൾ പറഞ്ഞിരുന്നേ. എന്നിട്ട് ഇന്ന് അവൻ ടൂർ പോയി തിരിച്ചു വന്ന പോലെ നമ്മുടെ മുമ്പില് കോട്ടുമായിട്ട് നടക്കുന്നത് കണ്ടില്ലേ? അതായത് ഞാനേ നിറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നിരത്തി പല ദൈവങ്ങളുടെയും മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാ അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഇങ്ങോട്ടൊന്നും തിരിഞ്ഞേ. കഴിഞ്ഞ മാസം എവിടുന്നെങ്ങാണ്ട് ഒരു ഉടായിപ്പ് നമ്പൂതിരിയെ വിളിച്ചോണ്ട് വന്ന് മുതലാളി 100 വർഷം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു പറഞ്ഞ് 1 ലക്ഷം രൂപയ്ക്കുള്ള ആപ്പ് വെച്ചു കൊടുത്തില്ലേ? അതുപോലെയാണോ? ഇങ്ങനൊരു ഉടായിപ്പ്. നീയൊക്കെ ചിരിക്കുന്നതിനും ജീവനോടെ ഇരിക്കുന്നതിനും കാരണം തന്നെ ഞാൻ നടത്തിയ പൂജയാ. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഞാനും ദൈവവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ്. എടോ മൊട്ടെ, എത്ര കാലം ഇങ്ങനെ ആരും വിശ്വസിക്കാത്ത കഥ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്റെ പൂജ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. അതെന്താ? നിന്റെ കൈയും കാലും തളർന്നു. അങ്ങനെ പറയേ. ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എന്നാടാ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടക്കുക. എടാ, ഇന്നലെ തിങ്കളാഴ്ച, അതാ രക്ഷപ്പെട്ടെ. ഇന്ന് വെനസ്ഡേ, ചൊവ്വാഴ്ച. ഇതുപോലത്തെ ഒരു ചൊവ്വാഴ്ച 30 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതാണത്രേ. ഇന്നെന്താവും നമുക്ക് കാണാം. 30 അല്ല 15 അല്ല 12 2. എന്റെ ദൈവമേ, പ്രേതത്തിനോട് വരെ പറഞ്ഞു നിൽക്കാം. ഇവന്മാരോട് പറഞ്ഞു നിൽക്കാനാണല്ലോ കഷ്ടപ്പെടുന്നേ. കാണിശാങ്കര അമ്മച്ചി.
എടോ ബീനെ, എന്നടാ? ഇന്നലെ എന്ത് സാധനാടോ മേടിച്ചേ? കാലത്ത് തലവും കണ്ടായില്ല, എന്ത് തലവേദനയാന്നറിയോ? അല്ലെങ്കിൽ നല്ലതടിച്ച് നിനക്ക് ശീലമില്ലല്ലോ. അത് കറക്റ്റാ. ഞാൻ പറഞ്ഞതല്ലേ 30 വർഷത്തിൽ ഒരിക്കൽ വരുന്ന വിശിഷ്ടമായ ചൊവ്വാഴ്ചയാണെന്ന്. നീയൊക്കെ കണ്ടോടാ. ഈ റിസോർട്ടിന് വാച്ച്മാന്റെ ആവശ്യമില്ല. പക്ഷെ ഇയാളോട് പറഞ്ഞാ കേക്കണ്ടേ? എനിക്ക് പേടിയായിട്ട് വയ്യ. പേടിക്കില്ലേ, ഞാനില്ലേ കൂടെ. ബീനെ, പോലീസ്. നമസ്കാരം സാറേ. കണ്ടോടാ, ചീഫ് കുക്കായിട്ട് ഞാനുണ്ട്, സ്റ്റാഫായിട്ട് നിങ്ങളൊക്കെ ഉണ്ട്. നമ്മളോടൊന്നും പറയാതെ നേരെ പോയി പോലീസിൽ പറയേണ്ട കാര്യം എന്താ? ആദ്യം അങ്ങോട്ട് ചെല്ല് ബീനെ. സാറേ, എന്താ പറ്റിയേ? കണ്ടോടാ, സാറിന്റെ ഒരു തലവിധി നോക്കണേ. എങ്ങനെയാ ഇത്രയും കൊലപാതകങ്ങൾ കാണാൻ പറ്റിയ? ഒന്നും രണ്ടും അല്ലല്ലോ. മരിച്ച ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ ദാനം ചെയ്ത പാപം തീർന്നേനെ. പക്ഷെ അടിച്ചത് ആരാടാ നിന്നെ? ആണ്ടവനല്ല, പ്രേതമല്ലേ? മനുഷ്യനിവിടെ തലവേദന എടുത്തിരിക്കുക. കൊന്നുകളെല്ലാത്തിനെയും പോയിക്കോണം അവിടെ നിന്ന്. നമ്മളോട് ചൂടാണെന്തിനാ? ഇയാൾക്ക് തലവേദിയുടെ പ്രശ്നമല്ല, തലവേദനയുടെ പ്രശ്നം. ബീനെ, ഇയാൾക്ക് മാത്രം ഒന്നും പറ്റുന്നില്ലല്ലോ. വാച്ച്മാന്റെ ഡ്രസ് ഇയാളെ കൊണ്ട് ഇടിയിച്ച് ഒരു രാത്രി ഇയാളെ കിടത്തിയാൽ മാത്രം മതി. എല്ലാ ശുഭം. ഓടി എവിടെ കിടക്കണം നോക്കാം. വാ നോക്കാം. എങ്ങോട്ട് എസ്കേപ്പ് ആവുന്നു? ജാക്കി, എനിക്ക് ഞാൻ ഒരു പേടിയാവുന്നു. കാര്യം പറഞ്ഞേക്കാം. ഈ വക കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് നിങ്ങളല്ല. കാരണം നിങ്ങളാ ഞങ്ങളുടെ പവർ. അതെ, കറക്റ്റാ. അവർ വേറെ ആൾക്കാ, ഞാൻ പാവാ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് അകത്തേക്ക് പോ. എടാ പോണോ? നിങ്ങള് പൊക്കോ. എടാ എന്താ ഇത്? ബ്ലഡല്ലേ? അതെ, ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. എടോ പൊട്ട, എന്നെയല്ല ബ്ലഡ്. അത് ജസ്റ്റ് ഒന്ന് മണത്ത് നോക്ക്. അതേ ബ്ലഡ് തന്നെ, അതേ ബ്ലഡ്. വാച്ച്മാന്റെ മണം വരുന്നുണ്ടാ? വാച്ച്മാന്റെ. എടാ, അവൻ ചത്തതാണെങ്കിലേ ടൺ കണക്കിന് ബ്ലഡ് കാണണ്ടേ? ശരിയാ. ഇവിടെ 4-5 തുള്ളിയല്ലടാ കിടക്കുന്നുള്ളൂ. സ്ട്രോ ഇട്ടേ വലിച്ചു കുടിച്ചു അതിന് സാധ്യതയുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അവൻ ചത്തിട്ടുണ്ടാവൂല്ലേ? ഉറപ്പല്ലേ? ആരെ ചത്തോയെ? ആരോടെ പെയിന്റ് കുടിച്ച് ഇനി ഇതും ക്ലീൻ ചെയ്യണല്ലോ. ഡാ, വന്നേ. ഇവനിത് എന്താ ചെയ്യണമെന്ന് മനസ്സിലാവണല്ലോ. ക്ലിയർ ആവണില്ലല്ലോ.
ഒന്ന് വേഗം ആട്രാ. അതാ പിടി. ആ, ദേ ചേട്ടാ, എനിക്കില്ലടാ. ചേട്ടൻ തന്ന പരിപ്പിന്റെ മുട്ടയുടെ ഒക്കെ പൈസക്കുള്ളതായി. ഓണർ എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇവനെന്താ കളിക്കാ? ഉഴുന്നു പരിപ്പിന് മാർക്കറ്റിൽ എന്ത് വില ഉണ്ടെന്ന് നിനക്ക് അറിയാവോടാ? ഓ, തുടങ്ങി. വിളിക്കണോ നിന്റെ ഓണറെ? ചേട്ടൻ ഓണർ എവിടെയല്ലേ? ഓണർ നാട്ടിൽ പോയിക്കുക. ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഒരുപാട് സംസാരിച്ചാൽ കത്തി എടുത്ത് കുത്തിയേക്കാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോ ഞാൻ കുത്തി പോകും ചേട്ടാ. മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ മനസ്സിലായി ബീനെ. സ്റ്റോർ റൂമിലുള്ള പരിപ്പൊക്കെ എങ്ങനെയാ കാണാണ്ട് പോയെന്ന് ഇപ്പൊ മനസ്സിലായി. എല്ലാം നിങ്ങളുടെ പണിയായിരുന്നല്ലേ? എടോ ബീനെ, സ്റ്റോറിലിരിക്കുന്ന പരിപ്പൊക്കെ അളന്ന് തന്നെയാണോ കൊടുക്കുന്നത്, അതോ വാരിക്കോരി കൊടുക്കണോ? നീ ഒന്ന് പോയടാ. എന്റെ നീയൊക്കെ കാശ് ചോദിച്ചാണോ വാങ്ങിക്കാറ്? അങ്ങനെ തന്നെ എടുത്തോണ്ട് പോവല്ലേ? ഇടയ്ക്ക് ഇതുപോലെയൊക്കെ നിസ്കണം മോനെ. അപ്പോഴല്ലേ നമ്മുടെ കയ്യിൽ കാശുണ്ടാവും. എന്നാലല്ലേ വൈകുന്നേരം 2 അടിക്കാൻ പറ്റൂ. എന്താടാ ഇത്? ഈ ചാത്ത സാധനം കിട്ടിയോളൂ? ഒറിജിനൽ ഇല്ലേ? അതെങ്ങനെ ബീനെ ഇത്ര കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്? ഐ എം എ സയന്റിസ്റ്റ്. ഒരു സാധനം വാങ്ങി ഓപ്പൺ ചെയ്യുമ്പോ തന്നെ അത് ഏത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്, അത് എപ്പോ ഉണ്ടാക്കിയതാണ്, ഏത് വെള്ളത്തിൽ ഉണ്ടാക്കിയതാണ്, എല്ലാം ഞാൻ പറയും. എന്നെ ആർക്കും പറ്റിക്കിടാവില്ല. ഒന്ന് പോയടോ. തന്നെ മാത്രമല്ല പറ്റിക്കുന്നത്, നമ്മളെ എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുക. നമ്മളെയോ? പിന്നല്ലാതെ. നമ്മളെങ്ങനെ ഒരാൾക്ക് പറ്റിക്കാൻ പറ്റുന്നേ? ആരാ അത്? അത് വേറെ ആരുമല്ല, നമ്മുടെ ഹോട്ടലിൽ നിൽക്കുന്നില്ലേ ആ വാച്ച്മാൻ തന്നെയാ. വ്യാളിച്ചക്കന് നമ്മൾ ആരാന്ന് അറിയാൻ പാടില്ല. അവൻ ഇന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കാം. വെച്ച് വൈകിപ്പിച്ചൂടാ. ആ വാച്ച്മാൻ ഒരുത്തനല്ലേ ഉള്ളൂ. ഞാൻ മാത്രം മതിടാ. ഞങ്ങൾ പോരാ. വന്നിരിക്കും. ഞാൻ വരാനേ പോകുന്നു. കഴിച്ചിട്ട് പോടോ. ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തന്റെ ഈ ഊളക്കടയിലൊക്കെ ഞങ്ങൾക്ക് സൗകര്യമില്ലടാ. എന്നിട്ട് എല്ലാം ഇടയിൽ കയറിയിട്ട് അവന്മാര് കാണിച്ചിട്ട് പോകുന്ന കണ്ടില്ലേ? ഈ ഹോട്ടലിൽ പണിയെടുക്കുന്നതൊക്കെ ഭേദം അവനവന്റെ പറമ്പിൽ 4-5 വാഴ വെക്കുന്നതായിരുന്നു. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിലും ഭേദം പോയി തൂങ്ങിച്ചാവുന്നതാ. പോയി തൂങ്ങ്. ആരാ വേണ്ടെന്ന് പറഞ്ഞു? നമ്മൾ കേറി പോകുന്തോറും പടിയുടെ എണ്ണം കൂടുകയാണോ? എടാ, മട മടാന്നിങ്ങനെ അടിച്ചു കയറ്റിയാ പടയെന്നുള്ള ബോധം പോവും. ആ വാച്ച്മാൻ എവിടെയാന്ന് പോയി നോക്ക്. വാച്ച്മാനെ കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ ഒന്ന് പോയി കിടന്നുറങ്ങാനായിട്ട്. എന്താ പിന്നെ ഇവിടെ നിന്ന് തിരിയുന്നേ? ഞങ്ങളുടെയൊക്കെ ബോസ് നിങ്ങളല്ലേ, അപ്പൊ നിങ്ങളല്ലേ മുന്നിൽ പോകേണ്ടത്. ബോസ് ഒന്ന് പോയടാ. ഞാനൊന്നും പോവില്ല, എനിക്ക് പേടിയാ. ബീൻ, നിങ്ങളാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ. വലത് കാലം വെച്ച് പിന്നാലെ പൊക്കോ. അങ്ങോട്ട് 2 അടിച്ചു കഴിഞ്ഞ പിന്നെ എന്ത് പ്രേതം എന്ത് വിശ്വാസ്. വലത് വലത് വലത്. പേടിക്കാണ്ട് നടക്ക്, ഞങ്ങളൊക്കെ പിന്നാലെ ഇല്ലേ. ഒരു കാര്യം ഓർക്കണം, നിങ്ങളെക്കാളൊക്കെ മോസ്റ്റ് സീനിയർ ആണ്. അതുകൊണ്ടല്ലേ നിങ്ങളോട് ആദ്യം പറഞ്ഞേ. സീനിയർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്കും വേണ്ട, എനിക്കും വേണ്ട. വാടാ. ഇതൊക്കെ വലിയ കോമഡിയാണെന്ന് വിചാരിക്കണ്ട. മൊത്തം ചളിയാ. യൂട്യൂബിലെ ഡബിംഗ് പടത്തെ ഇടാ ഇതൊക്കെ. നോക്ക്, ഇപ്പൊ ആര് മുന്നോട്ട് പോണെന്നുള്ളത് അത്തള പുത്തള തവളാച്ചി കളിച്ച് തീരുമാനിച്ചാലോ? ഈ മൊട്ടത്തിലെ നമ്മളെ കൊടുക്കാൻ നോക്കുക. അയ്യോ, അത്തള പുത്തള തവളാച്ച നമ്മൾ ചെറിയ പ്രായത്തിൽ കളിക്കാറില്ലേ? ഇങ്കി പിങ്കി പാങ്കി, അതിന്റെ സെക്കൻഡ് പാർട്ട്. ഇപ്പോഴൊക്കെ സെക്കൻഡ് പാർട്ടിനല്ലേ കൂടുതൽ കളക്ഷൻ കിട്ടുന്നേ. ഓക്കെ അല്ലേ? നമുക്ക് കളിക്കാല്ലേ? അത്തള വിത്തള തവളാച്ചി, ചുക്ക് പറിക്കണ പോളാപ്പി, മറിയം വന്ന് വിളക്കൂതി, സാറാ മണിക്കോട്ട. അപ്പോഴേ പറഞ്ഞില്ല ഇങ്ങനെ. നീ വന്നേ. എടാ മോനെ, മറിയം നിന്റെ അടുത്ത് വന്നാ വിളക്കൂതിയെ. നീയാണ് സെലക്ട് ആയിരിക്കുന്നേ. അടിച്ചതിന്റെ വാർ ഇറങ്ങി പോകുന്നതിന് മുന്നേ നേരെ അകത്തേക്ക് അങ്ങ് ചെല്ല്. എല്ലാരും പിന്നാലെ ഉണ്ട്. എടോ ദേവൻ പേടിച്ച് കരയോ? പാറ്റയെ കണ്ടാ പോലും കരഞ്ഞു വിളിക്കുന്നവനാ. എടാ ബ്രൂസ്ലി, നിന്റെ പേരിന്റെ ധൈര്യം കാണിക്കേ. എന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞു. എടാ വണ്ടി സ്റ്റാർട്ട് ആക്കിക്കോ. പോട്ടെ, മുമ്പോട്ട് പോട്ടെ. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഊട്ടിയിൽ നിന്നും യമലോകത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ അസ്ഥി കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു പോകാനായി തയ്യാറായിരിക്കുന്നു. ഒരു രൂപം കാണുന്നുണ്ട്.
ഓ ഭാഗ്യം, കുറച്ച് സമാധാന സ്ഥലത്തേക്കാ വന്നത്. ആ വീണിട്ട രണ്ടെണ്ണം കൊടുക്കണ്ടേ? അയാള് പറഞ്ഞത് വിശ്വസിച്ച് ഇറങ്ങിയതല്ലേ, എന്നെ വേണം ചെരുപ്പോണ്ട് അടിക്കാനായിട്ട്. ഇതിപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും ഇരുട്ടാണല്ലോ ഭഗവാനെ. ഏത് സൈഡിലേക്കാ പോവണ്ടേ? അയ്യേ, അഥോ. ബ്രൂസ്ലി, ബ്രൂസ്ലി. അയ്യോ, രക്ഷപ്പെട്ടു. ഇങ്ങ് വാന്നേ, നാടിച്ചു നിൽക്കുന്ന എന്തിനാ? അകത്തേക്ക് കയറി വാ. സ്ത്രീ ശബ്ദമല്ലേ അവിടെ നിന്ന് കേൾക്കുന്നത്? സമയം കളയില്ലേ, അകത്തേക്ക് വാ. ഞാനാണോ? ഒന്ന് വേഗം കയറി വാ. ബ്രൂസ്ലി, വെറുതെ മിമിക്രി കളിക്കല്ലേ, കേറി വാ. മര്യാദക്ക് പുറത്തു വാടാ. ഈ റിസോർട്ടിന്റെ പഴയ ഓണർ ആയിരിക്കുന്ന തോന്നുന്നേ. കണ്ടിട്ട് എന്തൊരു ഐശ്വര്യമുള്ള സ്ത്രീയാ. ഇവർക്ക് ഇത് ഈ പെട്ടത്തലേനെ വിൽക്കേണ്ട കാര്യം എന്തായിരുന്നേ? എന്താ ഇതിൽ ഈ പൂച്ച എന്താ ഇങ്ങനെ വച്ചിരിക്കുന്നേ? എന്താ അല്ലേ? ഈ പെണ്ണിനെ കാണാൻ എന്തൊരു ഭംഗിയാ. ഇതാണ് അടിച്ചേ. അടിച്ച പോലെ തോന്നിയതാ, പക്ഷെ ഫോട്ടോയ്ക്ക് അനക്കമില്ലല്ലോ. മുന്നിൽ നടക്കുന്നു പറഞ്ഞ് പിന്നെ കൂടെ പോവാത്ത അവസ്ഥയിലാക്കിയല്ലോ. ഞാനല്ല മുക്കണ്ടേ, നീ എന്തിനാടാ മുക്കുന്നേ? അവസാനം വന്ന് ബ്രൂസ്ലി, ജാക്കി, നീയൊക്കെ ഇത് എവിടെ പോയി കിടക്കാടാ? ഇവിടെ മുഴുവൻ പ്രേതങ്ങളാ. ആരാ? മുതലാളിയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. അല്ല, പുള്ളി എങ്ങനെ ഇവിടെ? മുതലാളിയുടെ ഭക്ഷണം കഴിച്ചിട്ട് 10 ദിവസമായി. ചിക്കൻ 65 ഉണ്ടാക്കി കൊണ്ടുവരാമോ? മുതലാളി, നിങ്ങൾ പ്യുർ വെജിറ്റേറിയൻ അല്ലേ? എന്റെ ദൈവമേ. അയ്യോ, അയ്യോ അമ്മേ. ഈ മാവൊക്കെ എന്തിനാ തലയിൽ കൂടി ഇട്ടേക്കുന്നേ? എടാ, ഞാനിട്ടതിലൂടെ പ്രേത തലയിലിട്ടോ. ആരാ അത്?
ദാ കെന്നി, കെന്നി. ബീനെ ഇത്രയും വിളിച്ചിട്ട് അവൻ നിൽക്കാതെ പോകുന്നുണ്ടല്ലേ? ഇന്നലെ വന്ന് കയറിയവൻ ഇത്രയും ഒന്നും അഹങ്കാരം പാടില്ല. വാ. കെന്നി, കെന്നി. ആ. നിന്നടാ. പണി വാങ്ങിച്ചു പിടിക്കാൻ ഇത്രയ്ക്ക് അർജന്റായിട്ട് പോകുന്നുണ്ട്. എടാ കിന്നി, ചേട്ടൻ വിളിച്ചു കേട്ടില്ലേ? ഒരു ബഹുമാനം കാണിക്കണ്ടേ? ഇങ്ങോട്ട് നോക്കടാ. ഇയാളൊക്കെ ആര് ബഹുമാനിക്കാനാ? ഡാ, വിളിക്കുന്ന കേട്ടില്ലേ? തിരിയടാ. മുഴുവൻ ഫാമിലി ആയിട്ട് ജീവിക്കാൻ തോന്നുന്നേ. ഇവിടെ ആരുടെ കിടന്നുറങ്ങുന്നേ? ഡാ. വെളിവില്ലാത്തവന്മാര്. അങ്ങോട്ട് നടക്ക് വീനെ. വീനെ, ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ ആ ശമ്പളത്തിൽ നിന്ന് ഞാനേ ഒരു 1000 രൂപ ഞാൻ പോകുന്നുണ്ട്. താനിതൊന്ന് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടോ. ഞാൻ പോയി അടി വാങ്ങി പരലോകത്ത് പോയതിനു ശേഷം നീയൊക്കെ ചീസ് കുക്കായി ഈ കോട്ടേജിൽ കിടന്ന് കുന്തളിക്കാനല്ലേ? നിനക്കൊക്കെ കണ്ണിച്ചോറേണ്ടോ തെണ്ടികളെ. ഇന്നലെ അടി വാങ്ങിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്ക്. അതൊന്നും നോക്കാതെ നിങ്ങൾ തന്നെ പോ, നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല. ജാക്കി, ബ്രൂസ്ലി, ഈ ഭക്ഷണം അവന് കൊണ്ട് കൊടുക്ക. ഞാൻ കുടുംബത്തിലെ ഏക മകനാ. അവന്റെ അടുത്തേക്ക് ഞാൻ ചെന്നാലേ അവൻ എന്റെ കഴുത്തിന് ഞെക്കിപ്പിടിച്ച് എന്റെ ജീവവായു കളയും ചേട്ടാ. വായു പോയാ പോക്ക. ബാങ്കോക്കിലെ ബ്രൂസ്ലിയെ പോലെ ആവണമെന്ന് വിചാരിച്ചാ നിന്റെ അപ്പം കഞ്ചാവ് അടിച്ച് ഈ പേര് വെച്ചത്. നീ ആണെങ്കിൽ പേടിത്തോണ്ട ബ്രൂസ്ലി. ഇനിയിപ്പോ എന്താ ചെയ്യാ? വീനെ, ഈ ഒരു തവണയും കൂടെ താനൊന്ന് കൊടുത്തിട്ട് പാടോ. എന്റെ ജോലിക്ക് പല ഹോട്ടലുകളിലും ഓഫറുണ്ട്. ഞാൻ ഈ റിസോർട്ട് വിട്ട് പുറത്തു പോവാണെങ്കിൽ അതൊരിക്കലും തനിച്ചായിരിക്കില്ല. അയ്യോ ബീനെ, തന്റെ ബലം അറിയാതെ താൻ സംസാരിക്കല്ലേ? ആനയുടെ ബലം തുമ്പിക്കൈ, നിങ്ങളുടെ ബലം വിശ്വാസം. താൻ സിംഹം അല്ലേ? സിംഗിൾ ആയിട്ട് സിംഗം സിംഗിൾ ആയിട്ടേ കാട്ടിലേക്കാ പോവുക. നമ്മൾ പന്നികളാ, കൂട്ടമായിട്ടേ പോവാവൂ. ഗുഡ് ഫുഡ് കഴിക്ക്. ചോദിക്കട്ടെ കെന്നഡി സാർ, നിങ്ങളൊരു രക്ഷയില്ലാത്ത മനുഷ്യനാ. എന്താ? അല്ല, നിങ്ങൾക്ക് ചേട്ടൻ, അനിയൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാനേ ഒരു അനാഥനാ. ചർച്ചിലാ വളർന്നത്. ചേട്ടനും ചേച്ചിയൊക്കെ എങ്ങനെ ഉണ്ടാവാൻ എനിക്ക് ആരുമില്ല. ആ ശരി, ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ നീ പേടിക്കരുത്. ഒരിക്കലും ടെൻഷൻ ആവാനും പാടില്ല. കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇന്നലെ രാത്രി ഒരു 12 മണി 5 12:05 അതാ അവിടെ കാണുന്ന ആ വാട്ടർ ടാങ്ക്, അവിടെ മോനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാള് ഇരിപ്പുണ്ടായിരുന്നേ. അത് ഞാൻ തന്നെ. എടാ, അപ്പൊ ഇന്നലെ രാത്രി നമ്മളെയൊക്കെ പേടിപ്പിച്ചത് ആരാടാ? ഇനി അതായിരിക്കും. നടക്ക, ഞാൻ റിസൈൻ ചെയ്ത് വല്ല കൂലിപ്പണിക്ക് പോകാൻ പോവാ. പ്രേതത്തിന് കാവലിരിക്കുന്ന ഈ പണി വേണ്ട എനിക്ക്. Kennedy. 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 എനിക്ക് പേടിയാകുന്നു. എന്റെ അടുത്തേക്ക് വാ.
നിങ്ങൾ ആരാ? അവിടെ നിൽക്ക്. എനിക്ക് പേടിയാകുന്നു. ഇങ്ങോട്ട് വാ. എനിക്ക് പേടിയാകുന്നു. എന്റെ അടുത്തേക്ക് വാ. എനിക്ക് പേടിയാകുന്നു. ഇങ്ങടുത്തേക്ക് വാ. എനിക്ക് പേടിയാകുന്നു. എന്റെ അടുത്തേക്ക് വാ. എനിക്ക് പേടിയാകുന്നു. എനിക്ക് പേടിയാകുന്നു. എന്റെ അടുത്തേക്ക് വാടാ. ആരാ നീ? നിനക്ക് എന്താ വേണ്ട? എന്നോട് എങ്ങനെ ചെയ്യുന്നതിനാ? നിന്റെ പേരെന്താ? ചോദിച്ചു കേട്ടില്ലേ? പറയൂ, നിന്റെ പേരെന്താന്ന്? നമസ്കാരം ചേട്ടാ. ഗന്നി, ഇങ്ങി വന്നേ. സ്റ്റോർ റൂമിൽ കുറെ വേസ്റ്റ് കിടക്കുന്നുണ്ട്. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടേ അതൊക്കെ എടുത്ത് മാറ്റ്. ശരി സാർ. ആ പൊയ്ക്കോ. അകത്തിരിക്കുന്നുണ്ട്, എടുത്തോ. ശരി. ബാംഗ്ലൂരിൽ നിന്ന് വന്ന പെൺകുട്ടിയെ കാണാനില്ല. ബാംഗ്ലൂരിലുള്ള ലിസ എന്ന പേരുള്ള പെൺകുട്ടി കഴിഞ്ഞ മാർച്ച് മാസം 3-ാം തീയതി മൈസൂരിലുള്ള ഒരു പ്രശസ്തമായ കത്തോലിക്ക ദേവാലയത്തിൽ ജോലി തേടിയുള്ള വരവായിരുന്നു. പക്ഷേ അവർ അന്ന് ദേവാലയത്തിലേക്ക് എത്തിയിരുന്നില്ല. അതിനാൽ ലിസ എന്ന ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിന്മേൽ സ്റ്റേഷൻ അധികാരിയായിരുന്ന CI രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ലിസ എന്ന പെൺകുട്ടിയുടെ തിരച്ചിൽ ആരംഭിച്ചു. ഇനി ഒരു പക്ഷെ അത് നമ്മുടെ ചർച്ച ആയിരിക്കും. എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവളും ഞാനും തമ്മിൽ എന്താ ബന്ധം? ഞാൻ എന്തിനു ഇവിടേക്ക് വന്നത്? ഇനി ഇതായിരിക്കും ദൈവത്തോടുള്ള ഉത്തരവാദിത്വം എന്ന് അന്ന് എന്നോട് ഫാദർ പറഞ്ഞു.
2004. കിന്നി എന്താ കിന്നി എപ്പോഴാ നീ വന്നേ? ഇപ്പൊ വന്നോളൂ ഞാൻ. എന്താ നീ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കുന്നത്? ഇരുന്ന് അങ്ങോട്ട് ഇരുന്ന് ഈ വെള്ളം സാരമില്ല കുടിച്ച്. ഫാദർ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പെൺകുട്ടി അറിയോ? ഓർമ്മയുണ്ട്. ഇത് 2003. ഈ പെൺകുട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ അവള് വന്നില്ല. പേപ്പറിൽ ഇവളെ കാണാതായി എന്നും പറഞ്ഞ ഒരു ന്യൂസ് വന്നു. പോലീസൊക്കെ വന്ന് അന്വേഷിച്ചതാ. പിന്നെ എന്തായിന്ന് അറിയില്ല. ഫാദർ, ഈ പെൺകുട്ടി കാണാതായതല്ല, ആരും അവളെ കൊന്നതാ. എന്താ കന്നി നീ പറയുന്നേ? അത് സത്യമാ. ശരിക്കും സംഭവിച്ചത് തെറ്റ് ചെയ്തവർക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കണം. ഓയ് ചത്തു തൊലയടാ. നിന്നെ കൊല്ലാൻ വേണ്ടി വന്നാടാ. പക്ഷെ എന്നെ കൊല്ലാനും പറ്റുന്നില്ല, ഉപേക്ഷിച്ചിട്ട് പോകാനും പറ്റുന്നില്ല. എന്തിനാടാ എന്നെ കൊണ്ട് പിന്നെയും പിന്നെ പാവങ്ങൾ ചെയ്യിക്കുന്നത്? അയ്യോ, ഒരു തെറ്റ് മറയ്ക്കാൻ മറ്റൊരു തെറ്റ് ചെയ്യേണ്ടതായി വരുന്നു. അതാ പ്രേതം വന്ന് പറഞ്ഞെങ്കിൽ കേട്ടിട്ട് പോയിക്കൂടായിരുന്നോടാ. അവളെന്താണ് നിന്നെ കൂടെ പുറപ്പെടടാ. അയ്യോ, ജോലിക്ക് പോയ സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പകരം എന്തിനാടാ നീ വേണ്ടാത്ത പണിക്കൊക്കെ പോയേ? കഴിഞ്ഞു പോയ കാര്യങ്ങള് എന്തിനാടാ വീണ്ടും വീണ്ടും തോണ്ടിയെടുക്കുന്നേ? അതിന്റെ അവസാനം നിന്നെ ഇപ്പൊ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്ന് കണ്ടില്ലടാ. അയ്യോ, എന്റെ സ്വന്തം മകനെ പോലെ വളർത്തിയതിന് നീ എന്നോട് കാണിച്ച നന്ദിയാണോടാ ഇത്?
എന്തിനാടാ എന്തിനാടാ എന്തിനാടാ? അയ്യോ 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 കർത്താവേ! അവൾ എങ്ങനെയാ ചത്തതെന്ന് നിനക്കറിയണോ അല്ലേ? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലടാ, എല്ലാം എന്റെ വിധിയാ. ഞാൻ ചെയ്ത ആ പാപത്തിന്റെ പേരിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാടാ ഞാൻ. അയ്യോ കർത്താവേ, അയ്യോ. അവള് ഒറ്റയടിക്ക് മരിച്ചു. പക്ഷേ ഞാനതോർത്ത് ഇത്രയും വർഷങ്ങളായിട്ടും ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാടാ. അയ്യോ, ഇത് ഞാൻ എങ്ങനെ പുറത്തു പറയൂടാ കർത്താവേ? അയ്യോ. ഞാനിത് പ്ലാൻ ചെയ്തതല്ലടാ. അത് ദൈവത്തിന് തന്നെ അറിയാം. അന്ന് ബാംഗ്ലൂരില് ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ബസ്സില് ചർച്ചിലേക്ക് വരികയായിരുന്നു. വരുന്ന വഴിക്ക് നമ്മുടെ എല്ലാം രക്ഷകനായ യേശുക്രിസ്തുവിൻ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവനാണ് നമ്മുടെ വഴിയും സത്യവും ജീവനും. തന്ന നന്മകൾക്കെല്ലാം സ്തോത്രം. നമ്മുടെ രക്ഷകനായ കർത്താവിന് സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് സ്തോത്രം. ബസ്സൊന്നും കാണുന്നില്ലല്ലോ. കർത്താവായ യേശുവേ, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവും താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ചേട്ടാ, കുറെ നേരം വെയിറ്റ് ചെയ്യാ. ഈ വഴിക്ക് എപ്പോഴാ വണ്ടി വരിക? വണ്ടിയോ? ആ, വരും വരും. എന്റെ ഈശോയെ, ബാംഗ്ലൂർക്ക് ഒരു ടിക്കറ്റ്.
എന്താ മോളെ, എന്താ പറ്റി? ഒന്നുമില്ല. ബാംഗ്ലൂർ എത്തുമ്പോ ഒന്ന് പറയാമോ? ആ, പറയാം. സാർ, വണ്ടിയോട് ഒരു 10 മിനിറ്റ് നിൽക്കും. ചായ കാപ്പി കുടിക്കുന്നവർ കുടിച്ചോ. കുറച്ചൊന്ന് മാറും. എന്താ വേണ്ട? ടീ ഒന്ന് വേഗം എടുക്കണേ. ആശാന ഒരു ടീ അടിച്ചേ. അതെ, നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടല്ലോ. പെട്ടെന്ന് പറഞ്ഞ ഒഴിച്ചേ. ഓ, നല്ല കട്ടിക്കാണല്ലോ ഒഴിച്ചേ. ആ കൊള്ളാല, വന്നപ്പോ തന്നെ തുടങ്ങി. എന്തൊക്കെയുണ്ടാ? സുഖം ചേട്ടാ. മച്ചാനെ, കോഴി കൊള്ളാവലോടാ.
ബാക്കി ചെന്നിട്ട് അടിക്കടാ. ശരി. എന്നാ എഴുന്നേക്ക് പോവാം. ടീ. വാ പോവാ. അവന്മാരുടെ നോട്ടവും ഭാവമൊന്നും ശരിയല്ല. വേറെ വണ്ടി പോയാലോ? കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. പോവാ. അടുത്ത മൈസൂർ ബസ് എപ്പോഴാ വരിക? ആ ബസ് ഹോൺ അടിച്ച ചേട്ടൻ കേട്ടില്ലേ? ഇനി ഈ റൂട്ടിൽ ബസ്സൊന്നുമില്ല. മെയിൻ റൂട്ടിൽ പോയ ഏതെങ്കിലും വണ്ടി കിട്ടും. ആ ശരി, വാ മോളെ, നമുക്ക് മെയിൻ റോഡിലോട്ട് പോവാം. അച്ഛനാ ഒരു ടീ അടിച്ചേ. നിന്റെ പേരെന്താ മോളെ? ലീസ സർ. നല്ല തണുപ്പുണ്ട് സർ. ഇനി എത്ര ദൂരം പോണം? ഇത് നമ്മൾ അടുത്തെത്താറായി. ഇപ്പൊ എത്തും. അവിടെ പോയി കഴിഞ്ഞ ബസ് കിട്ടോ? ആ കിട്ടുമെന്നേ, നമുക്ക് പോയി നോക്കാം. ഇനി ഇങ്ങനെ എത്ര ദൂരം പോണം? കാല് വേദനിക്കുന്നു. ഇവിടെ അടുത്ത് തന്നെ, കുറച്ചു ദൂരം കൂടെ പോയാൽ മതി. ഹലോ ഹലോ ഹലോ. മഴ വരാൻ പോവാൻ തോന്നുന്നു. ഏത് വണ്ടി കിട്ടിയാലും അതിൽ കയറി പോവാല്ലേ? ഓക്കേ സർ. നേരെ ഒരുപാട് പേടിക്കണ്ട മോളെ, എനിക്ക് ഇവിടുത്തെ വഴിയൊക്കെ നന്നായിട്ടറിയാം. മഴ പെയ്തല്ലോ മോളെ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഞാൻ മരത്തിന്റെ അടിയിൽ പോയി നിൽക്കാം. വാ. അങ്ങോട്ട് പോയി നിന്നാലോ? നോക്കിയോ? മഴയൊന്ന് തോർന്നിട്ട് നമുക്ക് പോകാം കേട്ടോ.
അയ്യോ കർത്താവേ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തത്. എന്റെ ദൈവമേ, കുരിശു പിടിക്കുന്ന കൈകൊണ്ട് ഇത്രയും ക്രൂരമായ കാര്യം ഞാൻ ചെയ്യുമല്ലോ കർത്താവേ. കർത്താവ് എന്നോട് പൊറുക്കില്ല, എന്നോട് പൊറുക്കില്ല. അയ്യോ അയ്യോ കർത്താവേ, എന്നോട് ക്ഷമിക്കുമോളെ, എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്കുമോളെ. എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം കർത്താവേ. ലിസ, 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 എന്നോട് ക്ഷമിക്കുമോളെ. ലിസ, 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 അയ്യോ ലിസ, കർത്താവേ, അയ്യോ എന്താ
അയ്യോ ലിസ, അയ്യോ ഞാനെന്തൊരു പാപിയാ കർത്താവേ. ഇത്ര വലിയ ക്രൂരത ഈ കുഞ്ഞിനോട് എങ്ങനെ ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നു. അയ്യോ ആ സമയത്ത് ഞാൻ ചെയ്ത പാപം ഇപ്പൊ എന്നെ ഒരു കൊലപാതകയാക്കി മാറ്റി. ഞാൻ പോലീസിൽ കീഴടങ്ങില്ല. നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇല്ല, എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല. എന്നെ കൊണ്ട് പാവം ചെയ്യിക്കില്ലടാ. നിന്നെ ഞാൻ വിടില്ലടാ, നിന്നെ കൊല്ലൂടാ ഞാൻ. നിന്നെ Kenny! Kenny! Da! Kenny! Da! Da! Kenny! Kenny! Da! Kenny! Kenny! നിക്കടാ, ഓടരുത്.
തന്നെ പോലെ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന തെറ്റിന്റെ പേരിലാണോ എല്ലാവർക്കും ചീത്ത പേരുണ്ടാവുന്ന. തന്നെ എന്റെ സ്വന്തം അപ്പനെ പോലെ ഞാൻ കരുതിയിരുന്നേ. ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തിട്ട് തനിക്ക് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നേ? എത്ര പേർക്ക് പാപമോചനം കൊടുത്തിരിക്കുന്നതാ. ഇനിയിപ്പോ താൻ ചെയ്ത പാപത്തിന് എവിടെന്ന് മോചനം കിട്ടുമെന്ന? തന്നെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊല്ലില്ല. ചെയ്തു പോയ തെറ്റോർത്ത് ഇവിടെ തന്നെ കിടന്ന് നരകിച്ച് ചാവ്. എന്നെ കൊന്നിട്ട് പോടാ, എന്നെ കൊന്നേക്കടാ, എന്നെ കൊന്നേക്കടാ, കൊല്ലടാ, കൊല്ലടാ.